NABHൻ്റെ 6th എഡിഷൻ്റെ അക്രഡിറ്റേഷൻ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് സ്റ്റാൻഡേർഡ്സ് ഡിഫൈൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്. NABH പ്രോഗ്രാം നമ്മുടെ ഹോസ്പിറ്റൽ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഹോസ്പിറ്റൽ ക്വാളിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മാറ്റർ ആയതുകൊണ്ട് തന്നെ ഒരു ഡെസിഗ്നേറ്റഡ് ഇൻഡിവിജ്വൽ അതിൽ ഡിസൈഡഡ് ആയിരിക്കണം കോർഡിനേറ്റ് ചെയ്യാനായിട്ട്. അദ്ദേഹത്തിന് അങ്ങനെ തീരുമാനിക്കുന്ന ആ ഒരു വ്യക്തിക്ക് NABHുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡുകളെക്കുറിച്ചുള്ള നല്ല ധാരണ വേണം. അദ്ദേഹത്തിൻ്റെ സ്ട്രക്ചേർഡ് ട്രെയിനിങ് പ്രോഗ്രാമിൽ കൂടെ കടന്നുപോയ ഒരാളായിരിക്കണം. എന്നാലേ അക്രഡിറ്റേഷൻ സ്റ്റാൻഡേർഡ്സിനെ കുറിച്ചുള്ള ധാരണ അദ്ദേഹത്തിന് ഉണ്ടാകാനുള്ള സാധ്യതയുള്ള സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെൻറ്റ്സിനെ കുറിച്ചും ഹോസ്പിറ്റൽ ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റിനെ കുറിച്ചും അതുപോലെ തന്നെ പ്രിൻസിപ്പിൾസ് ആൻഡ് ഇവാലുവേഷൻ മെത്തേഡ് ഓഫ് ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റിനെ കുറിച്ച് നല്ല കൃത്യമായ ധാരണ ഉണ്ടാവണം. ഹോസ്പിറ്റലിൻ്റെ ഫങ്ഷനിങ്ങിനെ കുറിച്ച്, ഓപ്പറേഷൻസിനെ കുറിച്ച് ഈ നമ്മുടെ അക്രഡിറ്റേഷൻ കോർഡിനേറ്റർ ആയിരിക്കാം, ക്വാളിറ്റി മാനേജ്മെൻറ്റ് റെപ്രസെൻറ്റേറ്റീവ് ആകും, ക്വാളിറ്റി മാനേജർ ആകാം. നമ്മുടെ ഈ ഒരു ഇൻഡിവിജ്വൽ ആരാണോ ഈ ഒരു കണ്ടിന്യൂസ് ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റ് പ്രോഗ്രാമിനെ കോർഡിനേറ്റ് ചെയ്യുന്ന അദ്ദേഹത്തിന് ഹോസ്പിറ്റലിൻ്റെ റണ്ണിങ്ങിനെ കുറിച്ച്, ഹോസ്പിറ്റലിൻ്റെ സ്റ്റാൻഡേർഡ്സിനെ കുറിച്ച്, ഹോസ്പിറ്റലിൻ്റെ ആക്ടിവിറ്റീസിനെ കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാവണം. ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത ആളായിരിക്കണം. നമ്മുടെ NABHൻ്റെ സ്റ്റാൻഡേർഡുകളെക്കുറിച്ചുള്ള ബേസിക് ധാരണ ഉണ്ടായിരിക്കണം. ഇദ്ദേഹം ടോപ്പ് മാനേജ്മെൻറ്റുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്താൻ കഴിവുള്ള ആളായിരിക്കണം. അദ്ദേഹം അങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ നടത്തേണ്ടത്. അദ്ദേഹത്തിൻ്റെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് നേരത്തെ കൂട്ടി തന്നെ ഡിഫൈൻ ചെയ്ത് ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ കാര്യത്തിൽ അദ്ദേഹം ഓർഗനൈസേഷൻ്റെ കംപ്ലീറ്റ് ഒരു ഡ്രൈവിംഗ് ഫോഴ്സായി മാറാൻ കഴിവുള്ള ഒരാളിനെ ആയിരിക്കണം. സോ നമ്മളുടെ പേഷ്യൻ്റ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ PSQ2E 5ാമത്തെ കമ്മിറ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് എലമെൻ്റ് ആണ് PSQ2E. അതിങ്ങനെയാണ് പറയുന്നത്: ദെയർ ഈസ് എ ഡെസിഗ്നേറ്റഡ് ഇൻഡിവിജ്വൽ ഫോർ കോർഡിനേറ്റിംഗ് ആൻഡ് ഇംപ്ലിമെൻറ്റിംഗ് ദ ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റ് പ്രോഗ്രാം. ഇദ്ദേഹത്തിന് ഡിസൈഡ് ചെയ്ത് അദ്ദേഹം ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റീസ് കൃത്യമായി ഡോക്യുമെൻ്റ് ചെയ്യപ്പെട്ട് ഉണ്ടാവണം. അദ്ദേഹത്തിന് NABHൻ്റെ സ്റ്റാൻഡേർഡുകളെക്കുറിച്ചും ഹോസ്പിറ്റൽ റണ്ണിങ്ങിനെ കുറിച്ചും വ്യക്തമായ ധാരണയുള്ള മനുഷ്യനായിരിക്കണം. നേരിട്ട് മാനേജ്മെൻറ്റുമായിട്ട്, ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവണം. അദ്ദേഹം മാനേജ്മെൻറ്റുമായിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. PSQ2E, there is a designated individual for coordinating and implementing the quality improvement program.